ദശകം 9 ശ്ലോക 9. ശതം കൃതതപാകാ തതഃ സഹ ഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിതഃ പവനപാദസി പീതവാൻ. ശതം 100. കൃതതപാഹ തപസ് അനുഷ്ഠിച്ച്, തതഃ അനന്തരം, സഹ ആ ഖലു ബ്രഹ്മാവ്, ദിവ്യമായ സംവത്സരാൻ വർഷങ്ങൾ, അവാപ്യ നേടി, ച കൊണ്ട്, തപോബലം തപസ്സിന്റെ ശക്തിയാർജിച്ചുകൊണ്ട്, മതിബലം മനഃശക്തിയും, ച അതും കൊണ്ട്, പൂർവാധികം മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികമായിട്ടുള്ളത്, ഉദീക്ഷ്യ കണ്ടപ്പോൾ, കില ഇങ്ങനെ, കമ്പിതം ഇളകുന്നത്, പയസി കാരണജലം, പങ്കജം താമരപ്പൂവ്, വായുന കാറ്റിനാൽ, ഭവത് ഭഗവാൻ, ബലശക്തിയാൽ, വിജൃംഭിതഃ പ്രഭാവിതനായി, പവന വായുവിനെയും, പാദസി ജലത്തെയും, പീതവാൻ വിഴുങ്ങി. ഈ 9ാമത്തെ ദശകത്തിൽ ആ ബ്രഹ്മാവിന്റെ തപസ്സിനെ കുറിച്ചും ലോകസൃഷ്ടിയെ കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ സാക്ഷാൽ ഭഗവാനെ ദർശിച്ച ആ ബ്രഹ്മദേവൻ ആ തൻ്റെ സൃഷ്ടികർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തി നേടുവാനായി ഭഗവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഇനിയും അതീവമായി ഭക്തിയോടെ തപസ് ചെയ്യുവാൻ അരുൾ ചെയ്യുമ്പോൾ ആ ബ്രഹ്മാവ് 100 ദിവ്യ വർഷങ്ങൾ തപസ് അനുഷ്ഠിച്ചു. അനന്തരം ആ ബ്രഹ്മാവ് ആ തപസ്സിന്റെ ശക്തിയാൽ മനഃശക്തി നേടുകയും അതുമാത്രവുമല്ല, മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികമായ ദിവ്യശക്തി നേടുകയും ചെയ്തു. അങ്ങനെ ആ ബ്രഹ്മദേവൻ ഈ താമരപ്പൂവ് അത്ര ദൃഢമായി ആ ജലത്തിൽ നിൽക്കുന്നത് കണ്ട് ആ കാരണജലം കാറ്റിനാൽ, ഭഗവാന്റെ ബലശക്തിയുടെ പ്രഭാവത്തിനാൽ അങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ബ്രഹ്മാവ് ജലത്തെയും വായുവിനെയും മുഴുവനായി വിഴുങ്ങുകയാണ് ചെയ്തത്. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശതം കൃതതപാസ്തത ഖലു സ ഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലശ്ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവന പാദസി പീതവാൻ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.